കർത്താവിൻ്റെ ധന്യനാമം ഇന്നും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാണ്. യഹോവയെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനും ഭാഗ്യവാനാണ്. സ്തോത്രം. ഈ മഹാഭാഗ്യം ദൈവം നമുക്ക് നൽകിയതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. യഹോവ ദൈവമായിരിക്കുന്ന ജാതിയായി തീരാൻ യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന നമ്മളെ കൽവറി ക്രൂശിലൂടെ അവിടുത്തെ അവസാനത്തുള്ള രക്തവും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ആ പുണ്യാഹ ശരീരം ഇഞ്ചിഞ്ചായി നുറുക്കപ്പെട്ടു. കണ്ടാൽ ഒരാളാണോ എന്നറിയാതെ വണ്ണം സൃഷ്ടിയുടെ മണിമകുടമായവൻ നമുക്ക് വേണ്ടി വിരൂപമായി തീർന്നു. ഒരു പാപവും ചെയ്യാത്തവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ രണ്ട് കള്ളന്മാരുടെ മധ്യേ സ്വന്തത്തോളിന്മേൽ തലച്ചയച്ചുകൊണ്ട് പ്രാണനെ വെടിഞ്ഞു. സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞു. പിതാവ് തൻ്റെ മേൽ നൽകിയ ദൗത്യം നിറവേറ്റി പാപികളും ദോഷികളുമായ നമ്മെ ആ നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ച മഹാകരുണയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വീഴാതെ കൊണ്ട് നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന് നന്ദി പറയാം. ഹോലാശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹോലാശ്രയിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ദൈവം തങ്ങളാശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം എന്നും നമ്മോട് കൂടെയുണ്ട്. മരണപര്യന്തം നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദാനിയേൽ വിശ്വസ്തനായിരുന്നു. അവനിലൊരു കുറ്റവും കണ്ടെത്തുവാൻ തൻ്റെ പ്രതിയോഗികൾക്ക് കഴിഞ്ഞില്ല. അവർ ആവുന്നത്ര നോക്കി. പ്രാർത്ഥനാ മനുഷ്യനും ആരാധിക്കുന്നവരെയും തകർത്ത് കളയുവാൻ പദ്ധതി ഒരുക്കിയാലും ഒരുക്കുന്നവൻ തകരും, പ്രാർത്ഥിക്കുന്നവൻ നിലനിൽക്കും. പകുതി വഴിക്ക് അസ്തമിപ്പിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവമെന്ന് എലിയാവ് മുട്ടുമടക്കി കർമ്മേൽ പ്രാർത്ഥിച്ചവനാ. ശക്തമായി ദൈവത്തിനു വേണ്ടി നിന്നവനാ. ദൈവമഹത്വം അറിഞ്ഞവനാ. പക്ഷേ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ക്ഷണിച്ചു പോയപ്പോൾ തള്ളിക്കളഞ്ഞ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. കരത്തിപ്പിടിച്ചു. എലിയാവ് എഴുന്നേൽക്കാൻ പറഞ്ഞു. വേണ്ടത് കൊടുത്തു ശക്തിപ്പെടുത്തി. ക്ഷണിച്ചു പോയവന് ബലം നൽകി ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബിലേക്ക് എത്തിച്ച ദൈവിക ശബ്ദം കേൾപ്പിച്ചെടുത്ത പ്രവൃത്തിക്ക് വേണ്ടി നിയോഗിച്ചയച്ച ദൈവം കരുണയില്ലാത്തവനല്ല. നമ്മുടെ ജീവിതത്തിൽ ക്ഷീണങ്ങൾ വരുമ്പോൾ, നിർണായക ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മളെ തള്ളിക്കളയാത്ത, ബലം ക്ഷയിക്കുമ്പോൾ ഉപേക്ഷിക്കാത്ത, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിയുടെ സാമീപ്യം ഇന്ന് പ്രഭാതത്തിലും നമുക്കൊന്ന് തിരിച്ചറിയാം. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. അത്ഭുതങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അമർത്യതയുള്ളവനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. രാജാക്കന്മാർക്ക് അധിപനാണ്. പക്ഷേ മനോവിനയവും മനസ്താപമുള്ളവരുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ കർത്താവ് എല്ലാ ദിവസവും നമ്മുടെ കൂടെ ഉണ്ടാകും. വാക്കിലും പ്രവൃത്തിയിലും ഭയങ്കരനായവൻ, വിശുദ്ധിയിൽ മഹിമയുള്ളവൻ, സ്തുതികൾ ഭയങ്കരൻ, താൻ മാത്രം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്.
എന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയാൻ തയ്യാറാകട്ടെ. ദൈവത്തിൻ്റെ കരുണയുടെ കരം ഇന്നും നമ്മുടെ മേൽ നീട്ടട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. യേശു ഫിലിപ്പിൻ്റെ കൈസരിയിലെത്തുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് ചിലർ യോഹന്നാൻ എന്ന് പറയുന്നവർ പറഞ്ഞു, ചിലർ ഏലിയാവെന്ന് പറഞ്ഞപ്പോൾ യേശു അവരോട് ചോദിക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ എന്നെക്കുറിച്ച് ആരെന്ന് പറയുന്നു? അപ്പോൾ ആദ്യം ശിമോൻ പത്രോസ് പറയുക, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. യേശു അവനോട് പറയുകയാണ്, പത്രോസേ, നീ ഭാഗ്യവാൻ. മനുഷ്യ ശക്തികളോ ജഡരക്തങ്ങളോ അല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. പത്രോസിനോട് പറയുന്നത്, ഈ പത്രോസാണ്, ഞാനാകുന്ന ക്രിസ്തു ആകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. നമ്മുടെ ചിന്താവിഷയം യേശു ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്നാണ് ഇത് പറഞ്ഞത്. ഫിലിപ്പെന്ന് പറഞ്ഞ രാജാവ് പണിത മനോഹരമായ പട്ടണം ഹേരോദ്യ ശക്തികൾ ഇടിച്ചു കളഞ്ഞു. അവിടെ നിന്നുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഫിലിപ്പ് രാജാവ് പണിഞ്ഞത് ഹേരോദ്യ ശക്തികൾ ഇടിച്ചെങ്കിൽ, ഞാൻ പണിഞ്ഞാൽ അതിനെ ഇടിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇതാ കർത്താവ് പറഞ്ഞത്. ഇടിഞ്ഞിടത്തും ഇടിച്ചിടത്തും നിന്നുകൊണ്ട്, തകർന്നിടത്ത് നിന്നുകൊണ്ട്, നിലം പരിചയെടുത്ത് നിന്നുകൊണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെടുത്ത് നിന്നുകൊണ്ട്, ഇനിയും ഒരു വിടുതലില്ലെന്ന് പറയുന്നിടത്ത് നിന്നുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഞാൻ പണിഞ്ഞാൽ ആർക്കും അതിനെ ഇടിക്കാൻ കഴിയില്ല. പ്രൈസ് ദ ലോർഡ്. വിശ്വസിക്കുക. ഇടിഞ്ഞത്, തളർന്നത്, തകർന്നത്, ആവർത്തിച്ച് പറയുന്നു, പ്രതീക്ഷ അസ്തമിച്ചത്, പ്രത്യാശയ്ക്ക് ഭംഗം വന്നത്, ഇനിയും ഒരു വിടുതലില്ലെന്ന് പറയുന്നത്, ഓ ഈ തകർന്നിടത്ത് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ടൊരു ദൈവ ശബ്ദം, ഞാൻ പണിയും. ആർക്ക് തടയാൻ പറ്റും? ഒരു പാതാള ശക്തികൾക്കും ഒരു വെല്ലുവിളികൾക്കും ആ പണിയെ തടയാൻ കഴിയില്ല. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, തളർന്നുപോയ ചിലരോട്, സങ്കടപ്പെടുന്ന ചിലരോട്, നിങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം പണിയാൻ പോവാ. നിന്റെ ശരീരത്തെ ദൈവം പണിയാൻ പോവാ. നിന്റെ സഭയെ ദൈവം പണിയാൻ പോവുക. നിന്റെ മിനിസ്ട്രിയെ ദൈവം പണിയാൻ പോവാ. നിന്റെ ഔദ്യോഗിക മേഖലകൾ ദൈവത്തിൻ്റെ പണി നടക്കാൻ പോവുക. നാളുകൾ അടഞ്ഞ നിന്റെ വിഷയത്തെ സ്വർഗം പണിത് പുറത്തു കൊണ്ടുവരാൻ പോവുക. തുറക്കാൻ പറ്റാത്തതിനെ ദൈവം തുറക്കാൻ പോവുക. വിശ്വസിക്കുക. ഞാൻ പണിയും. അധികാരമുണ്ടാവും. കണ്ടോ? ഞാൻ എൻ്റെ സഭയെ, ഞാൻ എൻ്റെ കുടുംബങ്ങളെ, ഞാൻ വ്യക്തികളെ, എനിക്കായി വേർതിരിക്കപ്പെട്ടവരെ, എൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരെ ഞാൻ പണിയും. ആരിടിച്ചാലും ഇനിയും പണിയിപ്പിക്കത്തില്ലെന്ന് പിശാച് അവകാശവാദം പറയുമ്പോൾ വചനത്തിൻ്റെ വെളിപ്പാടിൽ ആധികാരികമായി പറയുന്നു, തകർന്നടത്ത് നിന്നൊരു ശബ്ദം, ഞാൻ പണിയാൻ പോവാ, ഞാൻ പൂർത്തീകരിക്കാൻ പോവാ, ഞാൻ യോജിപ്പിക്കാൻ പോവാ, ഞാൻ തിരിച്ചു വരുത്താൻ പോവാ, ഞാൻ മടക്കി തരാൻ പോവാ, ഞാൻ നിങ്ങളെ ശക്തീകരിക്കാൻ പോവാ, വിടുതൽ ഞാൻ നൽകും നിങ്ങളുടെ ശരീരത്തിൽ, അതിന് ഞാൻ പണിയും. കേടായ അവയവങ്ങളെ പണിയുന്ന, ഹോപ്പ് നഷ്ടപ്പെട്ട വിഷയത്തെ പണിയുന്ന, അകന്നുപോയ ചിലതിനെ പണിഞ്ഞ് ചേർത്ത് നിർത്തുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഞാൻ പണിയും. ഈ ശബ്ദം മുഴങ്ങുന്നു.
യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പണിയും പാതാള ഗോപുരങ്ങൾ. ഏതൊക്കെ ശക്തികളുണ്ടോ, ആഭിചാരത്തിനോ മന്ത്രവാദങ്ങളെയോ പാരമ്പര്യങ്ങളെയോ ശാപങ്ങളെയോ ശപഥങ്ങളെയോ നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവശബ്ദമാണ് പറയുന്നത്, ഞാൻ പണിയും, ഞാനത് ചെയ്യും, എൻ്റെ കരം നീട്ടും, ആർക്കും അതിനെ തടയാൻ പറ്റില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രിയരേ, അഭിഷക്തന്മാരെ, ശൂന്യമാക്കപ്പെട്ട ചിലതടുത്ത് പണി നടക്കാൻ പോകുക. തിരിച്ചു പോകാൻ തുടങ്ങുന്നിടത്ത് നിങ്ങൾ പിടിച്ചു നിൽക്കൂ. ദൈവം അവിടെ ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട വല മടക്കി, വല കഴുകി മടക്കി തിരിച്ച് വീട്ടിൽ പോകുന്ന പത്രോസിനോട് പറഞ്ഞില്ലേ? ഇല്ല, അവിടെ തന്നെ ചിലത് പണിയാൻ പോകുക, അവിടെ തന്നെ ചിലത് നിറയാൻ പോകുക, അവിടെ തന്നെ ചിലതിൻ്റെ ഇന്നലെ അനുഭവിച്ച ശൂന്യത ഇന്ന് പ്രഭാതത്തിൽ മാറാൻ പോകുക. കർത്താവ് പണിയാൻ പോകുക. കർത്താവിൻ്റെ വാക്കിന്ന് പകൽ മുഴങ്ങുന്നു, ഞാൻ പണിയും, ഞാൻ സൗഖ്യമാക്കും, ഞാൻ വിടുവിക്കും, ഞാൻ ശക്തീകരിക്കും, ഞാൻ ബലം നൽകും, ചാവാറായ ശേഷിപ്പുകളെ ഞാൻ ശക്തിയോടെ പുറത്തു കൊണ്ടുവരും. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ ഇന്ന് പ്രഭാതത്തിൽ വ്യാപരിക്കട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയും, ഞാൻ പണിയേണ്ടതിനെ പണിയും, ഇടിഞ്ഞതിനെ പണിയുന്ന, കുനിഞ്ഞതിനെ നിവർത്തിക്കുന്ന, യെസ്, ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്ന, ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്ന, കോൺട്രയിലിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുന്ന, ബന്ധിക്കപ്പെട്ടവരോട് പുറത്തു പോകാൻ പറയുന്ന ദൈവശബ്ദം ഇന്ന് പകൽ ചിലതിനെ പണിഞ്ഞതിനായി സ്തോത്രം. തകർന്ന ചില ഹൃദയങ്ങളെ ദൈവം പണിഞ്ഞതിനായി സ്തോത്രം. മുറിഞ്ഞ ചിലതിനെ ദൈവം മുറിവ് കെട്ടിയിരിക്കാൻ സ്തോത്രം. ചതഞ്ഞതിനെ പൊറുപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കരം ഇന്ന് പകലിറങ്ങിയിരിക്കാൻ സ്തോത്രം. ഈ ദൂത് കേൾക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവോ ഹോപ്പ് നഷ്ടപ്പെട്ട ചിലതിനെ ടച്ച് ചെയ്തിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഒരു പണി ഇന്ന് പകൽ നടക്കുന്നതിന് സ്തോത്രം. സകല മഹത്വം അങ്ങേക്കാം, സകല പുകഴ്ചകളും അങ്ങേക്ക് യേശുവിൻ നാം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വത്സല സഹോദരങ്ങളെ, കർത്താവ് പണിയും, കർത്താവ് പുറത്തു കൊണ്ടുവരും, കർത്താവ് ചേർത്ത് നിർത്തും, ഒരു വലിയ സൈന്യമായി മാറും. ഈ വചനങ്ങൾ അവരോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.